ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ FASI'S. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാസ്ത ലസാനിയ. ലസാനിയ ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ലസാനിയ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാനിവിടെ ലസാനിയ ഷീറ്റൊന്നും ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പാസ്തയും ബ്രെഡും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പിസ്സ സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. തോലൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കണം. തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. ഈ തോലൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു പാനിലോട്ട് 1/4 കപ്പ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലീവ് ഓയിലിന് പകരം സാധാരണ ഓയിലും ഒഴിക്കാം. പക്ഷെ പിസ്സ സോസിന് ഒലീവ് ഓയിൽ ആയിരിക്കും നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ നിൽക്കണ വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇതിന് കുറച്ച് സമയം എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് സാവധാനം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒറിഗാനോ ഒക്കെ ഇടുമ്പോൾ പിസ്സ സോസിന്റെ എക്സാക്ട് ആ ഫ്ലേവർ നമുക്ക് കിട്ടും. 2 ടീസ്പൂൺ ഡ്രൈ പാർസ്ലി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 5-6 ബ്രെഡ് സ്ലൈസസ് എടുക്കുക. ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഈ റോളിംഗ് പിന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. നമ്മളിത് ഓവനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓവൻ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുക്ക് വെയർ എടുക്കുക. ആദ്യം ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേളിൽ കുറച്ച് പിസ്സ സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച് മുസറല്ല ചീസ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡ് സ്ലൈസസ് ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് പിസ്സ സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ പാസ്തയും സോസും ആ ചീസൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ലെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് പിസ്സ സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് നല്ലോണം ഒന്ന് മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇത് ഒരു 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 5 മിനിറ്റ് ഒന്ന്
ബേക്ക് ചെയ്തെടുക്കുക. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണ വരെ ബേക്ക് ചെയ്താൽ മതി. അതിനുശേഷം ആ ഒരു നല്ലൊരു ഗോൾഡൻ കളർ മേലെ കാണണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ബ്രോയിൽ മോഡിൽ വെച്ചിട്ടൊന്ന് ബ്രോയിൽ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ലസാഗ്ന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.